പാപ്പു വന്നേ പിന്നെ വീഡിയോ എടുക്കണം. നമുക്ക് പാപ്പുവിന്റെ പേരൻസിനെ കാണിച്ചു കൊടുക്കണമല്ലോ പാപ്പുവിനെ. അപ്പൊ അവർക്ക് കാണാമല്ലോ എന്നോർത്തും നമ്മൾ വീഡിയോ എടുക്കുന്നേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ചാനലിൽ ഇടുവാണെങ്കിൽ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കണ്ടല്ലോ. അപ്പൊ അവര് കാണും എന്തായാലും. അങ്ങനെയൊക്കെ ഓർത്താണ് ഈയിടെ വീണ്ടും വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. മറ്റേ ഇംഗ്ലീഷ് ആൾക്കാർ കാണുന്നുണ്ട്. അത് നമുക്കൊരു വലിയ പ്രോത്സാഹനമാണ്. കാര്യം വലിയ സംഭവമൊന്നുമല്ല നമ്മുടെ ചാനലെങ്കിലും 10 പേര് കാണുന്നു എന്നറിയുമ്പം നമുക്ക് ഇനിയും വീഡിയോസൊക്കെ എടുക്കാനും കൊള്ളാലോ എന്നൊരു തോന്നൽ. എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് ഗൈസ്. ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തള്ളുവാണ് ഓരോ ദിവസവും. കാരണം ഇവിടെ പട്ടികൾ തന്നെ 3 എണ്ണം ഉണ്ട്. പിന്നെ കുട്ടികളെക്കാട്ടി കഷ്ടമായിട്ടൊരു അമ്മായിയമ്മയും അതിനേക്കാളും കഷ്ടമായിട്ടൊരു ഭർത്താവുമുണ്ട്. ഇവരെല്ലാം നോക്കുന്ന വീഡിയോസും അവരെന്നെ നോക്കുന്ന വീഡിയോസും ഇവരെല്ലാവരെക്കാട്ടിലും കഷ്ടമാണ് ഞാൻ. അതാണ് വേറൊരു കാര്യം. സത്യം പറഞ്ഞാൽ റോണി രാവിലെ എന്നെ എണ്ണിപ്പിക്കുന്ന വീഡിയോ ഒരു വളരെ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു സാധനമാണ്. അതാണ് ഈ വീട്ടിലെ ഏറ്റവും പ്രയാസമുള്ള ഒരു വീഡിയോ. എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും ഇവിടെ വന്ന് വല്ല അവാർഡ് കൊടുക്കും. അതുപോലത്തെ ഒരു പരിപാടിയാണത്. അതൊക്കെ ചെയ്യാനുണ്ട് വേണമെങ്കിൽ. ഇഷ്ടംപോലെ അങ്ങനത്തെ സംഭവബഹുലമായ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്നെ ഉറക്കണമെങ്കിൽ അതുപോലെ കഷ്ടപ്പെടും. ഞാനൊന്ന് ഉറങ്ങി കിട്ടണമെങ്കിൽ. ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയമാണ് ഗൈസ്. ആകെ പ്രശ്നമാണ്. അലമ്പാണ്.